ഹലോ, അസ്സലാമലൈക്കും. ഇത് കോഴിക്കോട് നിന്നാണ്. ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് മൗലവി. പിന്നെ നമ്മള് സുഹൈർ ചുങ്കത്തറ സുഹൈർ മൗലവി ഇറക്കിയ ഒരു നോട്ടീസ് കണ്ടേ, ഈ നബിദിനം സുന്നത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ഇപ്പൊ അത്? ഞങ്ങക്ക് എന്താ പറയാ, വളരെ വളരെ അസംബന്ധം എന്താണ് ഞാൻ അവരെ വിളിച്ചിട്ട് നന്നായി പറയുന്നത്. അതിപ്പോ കുട്ടികളുടെ പേര് വെച്ചിട്ട് ഒരു കുറ്റ നീക്കം എന്നുള്ള ഇറക്കാണ്. ഈ എന്ന് പറഞ്ഞാൽ ഈ ഇവര് ആഘോഷിക്കുന്ന വിദ്യാർത്ഥാന്ന് പറയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ഒരു ആവശ്യമില്ല. ആ ഇത് വെച്ചിട്ട് നോട്ടീസിന്റെ ഹെഡിങ് വെച്ചിട്ട് ഭയങ്കര പരിപാടികൾ നടത്തുന്ന കുറാത്തിയാണ്. ഞാനിത് അറിഞ്ഞില്ല. ഇന്നലെ കേട്ടപ്പോഴാണ് പിന്നെ പറഞ്ഞ ഒന്നായിട്ട് കെട്ടായിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് പിന്നെ പൈസക്ക് ബുക്കിയെന്ന് തോന്നുന്നു. 50 റുപ്യന്റെ കെട്ട്. എന്നിട്ട് എല്ലാം ഇതാണ് ചെയ്യാൻ വേണ്ടി കൊടുക്ക. എന്താ ഞങ്ങളിപ്പം മറുപടി പറഞ്ഞ് ഇതിപ്പോ എന്താ പറയാ, ഓരോരുത്തർ ചോദിക്കും. ഓരോടൊന്നും ചോദിച്ചു നോക്കി. മൗലവിനോട് ചോദിച്ചിട്ട് മൗലവി വേറെ പല കാര്യങ്ങളാ പറയുന്നത്. നമുക്കിപ്പോ മൗലവി ഒരു ആധികാരികമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനെ എന്തിനു ഈ ആവശ്യമില്ലായ്മ എന്തൊരു ഉപകാരമാവുള്ളത്? അത് നിങ്ങളെ ആ നോട്ടീസ് കിട്ടിയാൽ അത് വിതരണം ചെയ്യരുത്. നമ്മളിപ്പോ എന്ത് മറുപടി അപ്പൊ പറയാം മൗലവി? അതന്നെ ഞാൻ ഓരോട് ചോദിക്കാൻ പറ്റാവുന്നതാണ്. നമ്മൾ പറഞ്ഞാലല്ലോ. അപ്പൊ മറുപടി എന്ത് പറയുന്നവരോട് ചോദിച്ചു നോക്കി. അത് ഒന്ന് പ്രസംഗിക്കട്ടെ. സുന്നികൾക്ക് നമ്മൾ എന്ത് മറുപടി അപ്പൊ പറയാ? ഞാനാ ചോദിച്ചു, ഞാൻ ഉണ്ടാക്കിയല്ലത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ പറയില്ല. മറുപടി അല്ല, എന്താണ് ഞങ്ങൾ പറയേണ്ടത് ചോദിച്ചു നോക്ക്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ സാധാരണ അനുയായികളാണ്. നമുക്കിപ്പോ നമ്മളോട് ഇങ്ങനെ സാധാരണ അനുയായികളല്ല, ഉയർന്ന അനുയായിന്റെ ബേജാറൊക്കെ ഈ പറയുന്നത്. അതെ, ഞാന് സാധാരണ അനുയായിയല്ലോ. അതെ, ഞാൻ ഗവൺമെന്റ് ജനറൽ സെക്രട്ടറി വിഷമായി പറയുന്നത്. അതിനോട് മറുപടി പറയാൻ പ്രശ്നം പറയുകയാണെങ്കിൽ മറുപടി പറയാൻ അവര് എന്നോട് നാട്ടുകാരെ വിളിച്ച് ചോദിച്ചു, ഓരോ വിളിച്ച് മറുപടി അറിയില്ലെന്ന് പറയാൻ. എന്തിനാണ് ഇങ്ങനെ ഓരോ ഒരാവശ്യമില്ലാതെ ഒരാളാകുന്ന ജാതി ഒരു പദപ്രയോഗം അല്ല. അത് മാത്രല്ല, ഇത് മടവൂരിന്റെ ഗ്രൂപ്പുകാർ നല്ലോണം മുതലെടുത്ത് അവരിപ്പോ എംഎസ്എമാര് കൂടെ വെച്ചിക്കണ് നബിദിനം മനസ്സിലാക്കി. ഉറപ്പായിട്ട് മുതലെടുക്കൂലേ? എന്നോട് തന്നെ ഇപ്പൊ മടവൂരിന്റെ 2-3 ആൾക്കാർ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ആളുകളാണ് ഇങ്ങനെ? അത് അല്ല, മടവൂരിനോട് പറഞ്ഞാല് അത് മറ്റേ അവിടുത്തെ സ്കൂളിലെ മദ്രസയിലായി മറ്റേ കുട്ടികളെ നോട്ടീസായി. MSM-ന്റെ MGM-ന്റെ നോട്ടീസാണ് ഓരോരുത്തർക്കില്ല. അതെ, അതുപോലെ തന്നെ ഈ ജിന്ന് സിഗറി വിഷയത്തിലും ഇപ്പൊ സന്ധ്യസമയത്ത് പുറത്തിറങ്ങരുത്, ജിന്ന് ബാധിക്കും. ജിന്നിപ്പോ ഈ കണ്ട കാലം വരെ പുറത്തിറങ്ങി ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞോണ്ടവര്. ഈ കണ്ട കാലം വരെ പുറത്തിറങ്ങി ബാധിച്ചില്ലല്ലോ. അതന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു എല്ലാ ആളുകളും ഒരേമാതിരി ആവൂല. ചിലപ്പോ ഒരു അന്തംഗം മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും, അത് അവഗണിക്കാൻ മതി. ഇതിന്റെ കുറച്ച് മുതിർന്ന ആളുകളിൽ നിന്ന് ഇതുണ്ടായപ്പോ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഉപദേശിച്ചു വിട്ടതാണ്. നിങ്ങൾ പിന്നെ വിചിന്തനത്തിൽ വായിച്ചു കാണുന്ന നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൽ പെടാത്ത കുട്ടികളുടെ അധ്യാപകന്മാരാണ് അത് ചെയ്യുന്നത്. ഇതെന്താ ഇങ്ങനെ കുറച്ചൊരു സോക്കർ ഉണ്ടായാലേ ഒറ്റ ഇറക്കി കഷായം കുടിക്കുമ്പോൾ മാറൂല.